മീനാക്ഷി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലെ വെള്ളക്കുഴി കണ്ടിട്ട് കമൻ്റ് ഉണ്ട്, എന്താണ് ഈ വെള്ളക്കുഴി എന്നുള്ളത്. അതിനെ പറ്റിയിട്ട് ഞാനൊന്ന് വിവരിക്കാം. ഈ വെള്ളക്കുഴീൻ്റെ തൊട്ടടുത്ത് വേറൊരു വെള്ളക്കുഴി ഉണ്ടായിരുന്നു. ആ വെള്ളക്കുഴി ആ വെള്ളക്കുഴി തെക്ക് ഭാഗത്തായത് കാരണം അതിൽ കുളിക്കാനും അലക്കാനും അതിലെ വെള്ളമൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിന് ശേഷം അതൊക്കെ കല്ലിട്ട് മൂടി വെച്ചു. അത് കഴിഞ്ഞ് പിള്ളേരിരുന്ന് ഇങ്ങനെ കുഴിച്ച് കളിച്ച് പിന്നെ ഒരു കോറി പോലെ ഒരു കല്ലിൻ്റെ ഒരു കുഴി ഇതുണ്ടാക്കി. അങ്ങനെ ദിവസം ഈ പിള്ളേർ വന്ന് കളിക്കുകയാണ്. അങ്ങനെ രണ്ടാൾക്കുള്ള ഒരാഴത്തേക്കുള്ള അപ്പോഴും ഈ മഴക്കാലമായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളം നിറയും. പിന്നെ ആ വെള്ളം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പിള്ളേർ കുഴി ഉണ്ടാക്കും. അങ്ങനെ രണ്ടാൾക്കായി എന്നൊന്നുമല്ല. പിന്നെ ഒരു വലിയൊരു വടി തന്നെ അങ്ങോട്ട് താഴ്ത്തി കൊടുത്താലും ഒരു തെങ്ങിൻ്റെ ആഴത്തിൽ നല്ലോണം ഏതാണ്ട് ആഴത്തിൽ നല്ല കുഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം നിറഞ്ഞ് ഇപ്പോൾ ആ വെള്ളം അതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ വറ്റില്ല വെള്ളം. വേനലിക്കൊക്കെ വെള്ളം ഉണ്ടാവും. മഴക്കാലത്തൊക്കെ നല്ല കവിഞ്ഞൊഴുകണത് ഞാൻ എടുത്തിട്ട് വീഡിയോയിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട്. ഇതിലെ ഈ വെള്ളം അങ്ങനെ അടിയൊഴുക്ക് പോകുന്നത് അങ്ങനെ പോയിട്ട് തൂതപ്പുഴയിൽ ചെന്ന് ചേരുന്നത്. അതെങ്ങനെ നിങ്ങൾ അറിയണമെന്ന് ചോദിക്കും. പക്ഷേ അങ്ങോട്ടേക്കാണ് ആ ഒഴുക്ക് പോകുന്നത്. ഇവിടെ അടുത്തൊരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വെള്ളത്തിൽ നിന്ന് കുളിക്കാനും ഒന്നിനും കുളിക്കാനെടുക്കുക, ഭക്ഷണത്തിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് നല്ല ശുദ്ധിയോട് കൂടിയിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ ശരിയാണ്. വീടിനെ മറിഞ്ഞിരിക്കണം ഈ കുഴി കുളം എന്നൊക്കെ പറഞ്ഞിട്ട് കുളം തൂർത്ത് പോയി കുട്ടികൾ കുഴിച്ച് പിന്നെ വലിയൊരു കുളമാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് അത്. അപ്പോൾ ഇപ്പോഴത്തെ കുഴിയൊന്നും അല്ല, അതായത് എൻ്റെ ചേച്ചിയൊക്കെ വന്ന് ഇടയായിട്ടുള്ള കുഴിയാണ്. അപ്പോൾ ഇതൊരു 10-20 വർഷത്തിൻ്റെയൊക്കെ ഒരു പഴക്കമുണ്ട് ആ കുഴിക്ക്. അന്നത്തെ ആ പിള്ളേർ കുഴിച്ച് പിന്നെ ഒരു